ഇപ്പം നമുക്ക് വീണ്ടും നമ്മുടെ ആലിൻ ഷെറിൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോവേണ്ടതായിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഇതാ കുഞ്ഞിൻ്റെ മൃതദേഹം ചാപ്പലിൽ നിന്നും പുറത്തേക്കെടുത്ത് വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. അതെ, എന്തായാലും അത്രയേറെ വേദനാനിർഭരമായ കാഴ്ചകളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി കടന്നു പോവുകയാണ്. അവൾക്കായി ഒരുക്കിയ മുല്ലപ്പൂ വിരിച്ച ആ കുഞ്ഞു പെട്ടിയിൽ അലിൻ അവസാനമായി ഉറങ്ങുന്ന ആ ഒരു കാഴ്ച, അത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ അത്രത്തോളം വേദനിപ്പിക്കുന്നതാണ്. ആ കാഴ്ച നമ്മുടെ മനസ്സിലേക്ക് എത്തുമ്പോൾ അതിലുണ്ടാക്കുന്ന മുറിപ്പാടിൽ നിന്നും ഉതിരുന്ന ഓരോ കണ്ണുനീരും നമ്മുടെ മനസ്സിനെ പൊള്ളിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മയായി കുഞ്ഞാലിൻ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കുഞ്ഞിൻ്റെ ഒരു ഓർമ്മ അല്ലെങ്കിൽ ആ ഒരു മുഖം നമ്മുടെ മനസ്സിലേക്ക് എത്തുമ്പോൾ ഒരു കുഞ്ഞു പുഞ്ചിരിയായി, നമ്മുടെ പൊന്നോമനയായി അവൾ ആ ഒരു വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ ആ ഒരു വീട്ടിലെ ഓരോ ഇടങ്ങളെയും ഈ 10 മാസം അവൾ സന്തോഷപ്പെടുത്തിയിട്ടുണ്ടാകും. അവിടെയുള്ള ഓരോരുത്തരും ആ കുഞ്ഞിൻ്റെ കളിച്ചിരികൾ കണ്ട് ആസ്വദിച്ചിട്ടുണ്ടാകാം. അവിടേക്കാണിപ്പോൾ അവസാനമായി അവൾ ചേതനയേറ്റ ശരീരമായി അവിടേക്ക് എത്തുന്നത്. ആ ഒരു സമയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടത്, അവളുടെ വേർപാടിൻ്റെ ദുഃഖം, അതിനോടൊപ്പം തന്നെ ആ അച്ഛനും അമ്മയും എടുത്ത ആ ഒരു ധീരമായ തീരുമാനം. അവളുടെ മുത്തച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കുഞ്ഞ് അവർക്ക് നഷ്ടമായി, അതൊരു തീരാ നോവാണ്. എന്നാൽ അതേ സ്ഥാനത്ത് ആ കുഞ്ഞിൻ്റെ നഷ്ടം അവർക്ക് 5 കുഞ്ഞുങ്ങളെ, 5 പേരമക്കളെ കൂടി അവർക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ കുഞ്ഞാലിൻ നിറഞ്ഞു നിൽക്കുന്നത് അവളുടെ ആ കടന്നു പോയപ്പോൾ അവൾ മറ്റ്5 പേർക്ക് നൽകിയ പുതുജീവിതത്തിൻ്റെ വെളിച്ചമായിട്ട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലെങ്ങും ഒരു കുഞ്ഞു മാലാഖയായി ആലിൻ ഷെറിൻ നിലനിൽക്കുമെന്ന കാര്യത്തിൽ ഒരുവിധ സംശയവുമില്ല. ആ ചാപ്പലിൽ അവളെ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ട് തടിച്ചുകൂടിയ ഒരു അപാലവൃദ്ധം ജനങ്ങളെ നമ്മൾ കണ്ടതാണ്. അതേ സാഹചര്യമാണ് ആ വീട്ടുമുറ്റത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോഴിതാ ആ കുഞ്ഞു പെട്ടിയിൽ അവളെ ആ ഒരു വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ ഒരു നോക്ക് അവളെ അവസാനമായി കാണുവാൻ കുറേയധികം ആളുകൾ അവൾക്ക് വേണ്ടിയിട്ട് അവിടെ കാത്തു നിൽപ്പുണ്ട്. ഒരു പക്ഷേ അവരെ ആരും കുഞ്ഞാലിൻ കണ്ടിട്ടുണ്ടായിരിക്കില്ല, ഇതിനു മുമ്പ് അവളെ ആരും കണ്ടിട്ടും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു അവസാന നിമിഷം അവൾ ഈ ലോകത്ത് നിന്ന് മാഞ്ഞു പോകുന്നതിന് മുമ്പ് അവളെ ഒരിക്കൽ കൂടി കാണുവാൻ അവിടേക്ക് എത്തുന്നത് അത്രയധികം ആളുകളാണ്. അവരുടെ മനസ്സിലൊക്കെ അവളോടുള്ള സ്നേഹം, ആ അച്ഛനും അമ്മയ്ക്കും ഈ സമയത്ത് കൊടുക്കുവാൻ സാധിക്കുന്ന മാനസികമായ പിന്തുണ, അത് പങ്കുവെക്കുവാൻ, ആ ഒരു സ്നേഹം പങ്കുവെക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ മാനവ സ്നേഹത്തിന് ഒരു വലിയ ദൃഷ്ടാന്തമായ ഈ ഒരു കാഴ്ചകൾ നമ്മളുടെ മനസ്സിലേക്ക് എത്തുകയാണ്. അത്രയേറെ വേദനാജനകമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. ആ മുല്ലപ്പൂക്കൾ നിറച്ചു വെച്ച ആ പെട്ടിയിൽ അവൾ ശാന്തമായി ഉറങ്ങുമ്പോൾ അവൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞ ചിരിയോടെ നിലനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 10 മാസം അവൾ കളിച്ച് വളർന്ന ആ വീട്ടിലേക്കാണ് ഇന്നിപ്പോൾ ചേതനയേറ്റ ശരീരമായി കുഞ്ഞാലിൻ കടന്നു വന്നത്. ആ ഒരു വരവ് ഒരു പക്ഷേ ഇന്ന് ഈ ഒരു ദിവസം കഴിഞ്ഞു പോയാൽ ഇനി അവൾ ആ വീട്ടിലില്ല, ഈ ഭൂമിയിൽ തന്നെയില്ല. പക്ഷേ അവളുടെ മരിക്കാത്ത ഓർമ്മകൾ എന്നും നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടാകും. അവൾ പകുത്തു വെച്ച് പോയ ജീവിതം, ആ ജീവിതം ആസ്വദിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും അവളോട് ആ കുഞ്ഞുങ്ങൾ ഓരോന്നും അലിനെക്കുറിച്ച് നമ്മളോട് പറയും. അത്രയേറെ ആലിൻ ഷെറിൻ എന്ന പിഞ്ചോമനയുടെ മുഖവും അവളുടെ ഈ 10 മാസം മാത്രം നീണ്ടുനിന്ന ആ ഒരു ജീവിത കാലയളവും നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ എന്നും ഉണ്ടാകുമെന്ന കാര്യം തന്നെയാണ് ഈ ഒരു നിമിഷം എടുത്തു പറയേണ്ടത്. സുജു കൂടി ചേരുകയാണ് നമ്മളോടൊപ്പം. സുജു, ഇതാ 10 മാസം അവൾ ഉണ്ടായിരുന്ന വീട്, അവളുടെ കളിച്ചിരികളാൽ നിറഞ്ഞ ആ ഒരു വീട്, ഇതിനു മുമ്പ് കുടിഞ്ഞുപോയ ആ പിഞ്ചു കുഞ്ഞിനെ ഇതാ ഒരിക്കൽ കൂടി മുല്ലപ്പൂക്കൾ നിറച്ചു വെച്ച ആ പെട്ടിയിൽ ആ ഒരു വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കുറേയധികം ആളുകൾ അവളെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടെ എത്തിച്ചേരുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും സുജൂരി, വാലുമണ്ണിലെ വീട്ടിലേക്ക് അവസാനമായി ആലിൻ ഷെറിൻ എത്തിയിരിക്കുകയാണ്. ആലിന്റെ വീട്ടിലേക്ക് നമുക്കറിയാം, പിറന്ന വീണ നാൾ മുതൽ ഏറ്റവും ഒടുവിൽ വാഹനയാത്രയിലേക്ക് പോകുന്ന ദിവസം വരെയും ആലിൻ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ കളിയും ചിരിയുമൊക്കെ നടത്തിയ വീടാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന വാലുമണ്ണിൽ വീട്ടില്. അവിടേക്ക് ആലിന്റെ ചേതനയേറ്റ ശരീരം എത്തിച്ചിരിക്കുകയാണ്. ആലിന്റെ കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല, കേരള സമൂഹത്തിനാകെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവം കൂടിയാണ്. നമുക്കറിയാം, ആലിന്റെ മുത്തച്ഛൻ കഴിഞ്ഞ ദിവസം പ്രതികരിക്കുമ്പോൾ വലിയ പദ്ധതികൾ ഇരിക്കുന്ന ആളുകളൊക്കെ ഉൾപ്പെടെ ഒരിക്കലും സംസാരിക്കാത്തതോ കേൾക്കാത്തതോ ആളുകൾക്ക് ഉൾപ്പെടെ വിളിച്ച് അനുശോചനവും ആ കുടുംബത്തിന്റെ ധീരമായ നിലപാടിനൊപ്പമാണ് തങ്ങൾ എന്ന അഭിനന്ദിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത കാര്യം ജോജി ഷോബൽ മുത്തച്ഛൻ സംസാരിക്കുകയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അപ്രകാരം തന്നെയാണ്. ഒരു കുടുംബത്തിന്റെ മാത്രമല്ല എല്ലാ ആളുകളുടെയും ദുഃഖം തന്നെയാണ് ഇപ്പോൾ
ആലിൻ അങ്ങനെ അവസാനമായി തന്റെ 10 മാസത്തോളം കഴിഞ്ഞ വാലുമണ്ണിലെ വാലുമണ്ണിൽ എന്ന വീട്ടുപേരിലുള്ള വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു പക്ഷേ വിധി അനുവദിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ 3 മാസങ്ങൾക്കപ്പുറം ഇതേ വീട്ടിൽ തന്റെ 1ാം പിറന്നാൾ ആഘോഷപൂർവ്വം ആഘോഷിക്കേണ്ട വീട്ടിലേക്കാണ് ഇന്ന് മൃതദേഹം എത്തിയിരിക്കുന്നത്, ചേതനയേറ്റ ശരീരം എത്തിയിരിക്കുന്നത് എന്നത് തീർത്തും ദുഃഖകരമായ കാര്യമാണ്. ആലിന്റെ ആ ദുഃഖം, അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖം ഇപ്പോൾ ആലിന്റെ മാതാപിതാക്കളെയൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. തത്സമയം അവരുടെ ആ വിഷമം എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു കാര്യത്തിലും സംശയവുമില്ല. കേരള സമൂഹവും അവരോട് കടപ്പെട്ടിരിക്കുന്നു. അവരുടെ ആഴത്തിലുള്ള ദുഃഖത്തിനോടൊപ്പം പങ്കുചേരുകയും ചെയ്യുകയാണ്. ഇനി ഈ വീട്ടിലായിരിക്കാം ഏതാണ്ട് 3 മണി വരെയും ഇവിടെ ഉണ്ടാകും. പൊതുദർശനത്തിനും മറ്റ് മതപരമായ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയ ശേഷമായിരിക്കാം ദേവാലയത്തിലേക്ക് മാറ്റുകയും സംസ്കാര ചടങ്ങുകൾ അവിടെ വെച്ച് നടക്കുകയും ചെയ്യുക. നമ്മൾ ആ അമ്മയെ കാണാം, സമീപത്ത് ദുഃഖിതയായിരിക്കുന്ന, ഇപ്പോൾ തന്റെ ഏക മകളുടെ 10 മാസം പ്രായമുള്ള മുലപ്പാലിന്റെ മധുരം നുണഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ വിട പറഞ്ഞ മകളുടെ മുമ്പിലിരിക്കുന്ന അമ്മയും അച്ഛനെയും നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ആ അമ്മയും അച്ഛനുമാണ് ഏറ്റവും ധൈര്യപൂർവ്വം ഒരു തീരുമാനമെടുക്കുന്നത്. അങ്ങനെ ആ വലിയ ദുഃഖത്തിലായിരുന്ന 4 കുടുംബങ്ങൾക്ക് സന്തോഷം പകരുന്ന, അവർക്ക് ആശ്വാസം പകരുന്ന, അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ തങ്ങളുടെ ജീവിത സ്വപ്നം പൊലിഞ്ഞു പോകുമ്പോഴും ആ പൊലിഞ്ഞു പോകുന്ന ഘട്ടത്തിലും അവർ നൽകിയ പ്രതീക്ഷ ഈ നമ്മുടെ വലിയ അർത്ഥവത്തായ ഒരു ദൃശ്യം കൂടിയാണ് ക്യാമറമാൻ അഖിലേഷ് കൊടുവൻ പകർത്തുന്ന ആ ദൃശ്യം നമുക്ക് കാണുമ്പോൾ മെഴുകുതിരി വെളിച്ചം നമുക്ക് കാണാൻ സാധിക്കും. പ്രതീക്ഷയുടെയാണ് മെഴുകുതിരി വെളിച്ചം. അങ്ങനെ ആലിൻ ഈ ലോകത്തുനിന്ന് വിടവാങ്ങുമ്പോൾ മറ്റ് ആളുകൾക്ക് മെഴുകുതിരി വെട്ടം പോലെ പ്രതീക്ഷ അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് തന്നെയാണ് ആലിന്റെ വിടവാങ്ങൽ എന്നാണ് മറ്റാളുകൾക്ക് പുതുജീവനേകാൻ അതിന്റെ കണ്ണും കരളും ഒക്കെ തന്നെ നൽകിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. ഒരു പക്ഷേ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ കുടുംബത്തിലേക്ക് തന്നെയാണ് അവസാനമായി എത്തുകയാണ്. പ്രാർത്ഥനാ ചടങ്ങുകൾ വീട്ടിലേക്ക് തുടങ്ങുകയാണ്. അങ്ങനെ ആ വീട്ടിൽ എത്തുമ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അത്തരത്തിൽ അത് പകർത്തു നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സംസ്ഥാനത്തെ അവയവ ദാതാവായിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയുമ്പോൾ മറ്റ് 4 കുടുംബങ്ങൾക്ക് അവർക്ക് ആശ്വാസമാകുന്നു. ആ കുരുന്നുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഇപ്പോൾ വീട്ടിനുള്ളിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അല്പസമയത്തിനുള്ളിൽ വീട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലേക്ക് മൃതദേഹം മാറ്റും. ഒരു മതപരമായ ചടങ്ങുകൾ അങ്ങനെയാണ്. വീട്ടിൽ ആദ്യം എത്തിയ ശേഷം വീടിനുള്ളിൽ വെച്ച് പ്രാർത്ഥന ചില ചടങ്ങുകളുമുണ്ട്. അവസാനമായി അതിനുശേഷമാണ് വീണ്ടും പുറത്തേക്ക് എത്തിച്ച് പിന്നീട് പൊതുദർശനത്തിനും കാര്യങ്ങൾക്കും കൂടുതൽ സൗകര്യത്തോടെ അവസരം ലഭിക്കുക. ഇപ്പം വീടിനുള്ളിലാണ് ആലിന്റെ ആലിന്റെ ശരീരം ഇപ്പോൾ ഉള്ളത്, മൃതശരീരമുള്ളത്. അതിനുശേഷം വീണ്ടും പുറത്തേക്ക് എത്തിക്കുന്നതായിരിക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ അന്തിമ ഉപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തും. മന്ത്രി ഉൾപ്പെടെ കാര്യങ്ങളിൽ നടപടികൾ ക്രോഡീകരിക്കാൻ കളക്ടറെയും ബന്ധപ്പെട്ട അധികാരികളോടൊക്കെ തന്നെ ഇതിന്റെ ഇടപെടലുകൾ നടത്തുകയും കുടുംബാംഗങ്ങളെ വിളിച്ച് ആശ്വാസ വാക്കുകൾ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുമ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമായിരുന്നു. അവസാനമായി എത്തുന്ന വാഹനം ആംബുലൻസിലാണ് ആ കുടുംബാംഗങ്ങൾ എത്തിക്കുന്നത്. ജോർജ് മാർട്ടിൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഗവേണിംഗ് ബോർഡ് മെമ്പർ കൂടിയാണ് ആലിന്റെ അമ്മ കുഞ്ഞിന്റെ അമ്മ. ആ ഹോസ്പിറ്റലിൽ തന്നെ ചാപ്പലിൽ അല്പസമയം മുമ്പ് മൃതശരീരം വെച്ചിരുന്നു. അവിടെ വെച്ച് നമ്മൾ കണ്ട ദൃശ്യങ്ങൾ നമ്മളുടെയൊക്കെ മനസ്സ് കീഴടക്കുന്ന അല്ലെങ്കിൽ കണ്ണുനീർ പൊഴിക്കുന്നത് നമുക്കുൾപ്പെടെ പൊട്ടുന്ന സാഹചര്യത്തിലേക്ക് അടക്കം തരത്തിലുള്ള ദൃശ്യങ്ങളായിരുന്നു. കാരണം അവിടെ എത്തിയ ഓരോ അമ്മമാരും അച്ഛനുമായിരിക്കട്ടെ മക്കളായിക്കോട്ടെ പ്രായമുള്ളവരായിക്കോട്ടെ പ്രായഭേദമന്യേ ആളുകളുടെ മുഖത്ത് വലിയ കണ്ണീരോടെ പോകുന്നത്. അതിൽ പല ആളുകളും ഒരുപക്ഷെ ആലിനെ ആദ്യമായിട്ടായിരിക്കാം ജീവിതത്തിൽ കണ്ടുമുട്ടുന്നത്, ആദ്യമായിട്ടായിരിക്കാം ആ പൊന്നോമനയുടെ മുഖം കാണുന്നത്. പക്ഷേ അവർക്കാർക്കും തന്നെ ദുഃഖം സഹിക്കാൻ സാധിക്കുന്നില്ല. അവരുടെ ആ ദുഃഖം അവരെ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പോകുന്ന ആളുകളെ നമ്മൾ കണ്ടു. ഇതെല്ലാം തന്നെ ഒരു കുടുംബത്തോടൊപ്പം ഒരു സമൂഹമാകെ ചേർന്ന് നിൽക്കുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ആ മുത്തച്ഛൻ റിജി സൗമൻ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഈ അവസരത്തിലെല്ലാം ഞാൻ പറയുവാനും ഓർക്കുവാനും ആഗ്രഹിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തനിക്ക് കൊച്ചുമക്കളെ നഷ്ടപ്പെടുമ്പോൾ 5 കൊച്ചുമക്കൾ തനിക്കുള്ള അനുഭവത്തിൽ കൂടിയാണ് താൻ കടന്നു പോകുന്നതെന്ന് ആ പിതാവിന്റെ വാക്കുകൾ എങ്ങനെയാണോ ആ പിതാവിനെ സംസാരിക്കാൻ സാധിക്കുന്നത് ചോദിക്കുമ്പോൾ ആ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതിബദ്ധത സമൂഹത്തോടുള്ള ആദരവ് എന്നതിനെ ഏറ്റെടുത്തു പറയേണ്ടതാണ്. കാരണം തങ്ങളുടെ കുഞ്ഞും നഷ്ടപ്പെടുമ്പോൾ അതിൽ വാവിട്ട് കരഞ്ഞുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് ദുഃഖിതനായി എവിടെയെങ്കിലും ഇരിക്കുകയല്ല കുടുംബം ചെയ്തത്.
പകരം ഏറ്റവും ഭീതമായ നിലപാട്. നമുക്കറിയാം, മരണശേഷമുള്ള ശരീരദാനത്തിന് പോലും സന്നദ്ധ പ്രകടിപ്പിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. നേത്രദാനം നമുക്കറിയാം, നേത്രദാനം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നേത്രപടലം ദാനം ചെയ്യുന്നത് കൊണ്ട് അതിൽ യാതൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നതല്ല. എന്നാൽ പോലും മരണശേഷമുള്ള നേത്രപടല ദാനം ചെയ്യുന്നത് പോലും ഇന്നും നമ്മൾ മലയാളികൾക്ക് അത്ര മനസ്സോടെ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അത്തരമൊരു ഘട്ടത്തിലാണ് ഇനി മരണശേഷം ശരീരം മെഡിക്കൽ പഠനത്തിനായി വിട്ടുകൊടുക്കുന്നതും അപൂർവമാണ്. അങ്ങനെ ഒരു മനുഷ്യ സമൂഹത്തിനിടയിലാണ് തന്റെ പിൻതോന്നലയുടെ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നു എന്നറിയുമ്പോൾ ഇനി ആ കുഞ്ഞു ജീവിതത്തിലേക്ക് കളിചിരിയോടെ തിരികെ വരികയില്ല, മരണത്തിലേക്ക് തന്നെ വഴുതി പോകുമെന്ന് ഉറപ്പാവുന്ന ഘട്ടത്തിൽ ആ കുടുംബം അങ്ങനെയെങ്കിൽ തങ്ങളുടെ തങ്ങൾ ദുഃഖം അനുഭവിക്കുമ്പോൾ അത് മറ്റ് 5 കുടുംബങ്ങൾക്കോ 4 കുടുംബങ്ങൾക്കോ സന്തോഷം പകരാൻ അല്ലെങ്കിൽ മറ്റ് കുരുന്നുകൾക്ക് ജീവന്റെ തുടിപ്പ് നിലനിർത്താൻ അത് സഹായകരമെന്ന് തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവിന്റെ ഒപ്പം ഉറച്ച ശബ്ദത്തോടെ ധീരതയോടെ കുടുംബം നിൽക്കുന്നു എന്നതാണ്. ആ ദുഃഖത്തിലും അവരുടെ മുത്തച്ഛൻ രതീഷ് സോമൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന പൊതുപ്രവർത്തകനായിരിക്കുന്ന അദ്ദേഹം മാധ്യമങ്ങളെ കാണുവാനും ആ തീരുമാനം ലോകത്തോട് ദൃഢതയുള്ള ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കാൻ അദ്ദേഹം മനസ്സ് കാട്ടിയെന്നതും ശ്രദ്ധേയമാണ്. കാരണം ആ ഘട്ടത്തിൽ അവരുടെ പ്രതികരണത്തിന് വലിയ വിലയുണ്ട്. എങ്ങനെയാണ് ഒരു കുടുംബം അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയെന്ന് കേരള സമൂഹം അറിയേണ്ടതാണ്. ആ തീരുമാനം എന്തുകൊണ്ടെടുത്തു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഭാവിയിൽ ആർക്കെങ്കിലും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുവാൻ ഒരു പക്ഷേ ഇതേ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ആ ഒരു ബ്രെയിൻ ഡെത്ത് ഒരു കുട്ടിക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. പക്ഷെ ഏതെങ്കിലും കാരണവശാൽ മറ്റേതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ സഹജീവിക്ക് വേണ്ടി, മനുഷ്യന്റെ മറ്റൊരാൾക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്യാൻ ഒരാൾ തീരുമാനം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മുത്തച്ഛന്റെ വാക്കുകൾ ശക്തി പകരും. അത് ആളുകൾക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നാമെല്ലാം മനുഷ്യരാണ്, നമുക്ക് ചുറ്റുമുള്ള ജാതി മത ചിന്തകൾക്ക് അപ്പുറത്തേക്ക് മനുഷ്യൻ ഉണർന്ന് ചിന്തിക്കണമെന്ന ആ മലയാളി സമൂഹത്തെ ലഘുവായി അല്ലെങ്കിൽ മൃദുലതയോടെ ആ മുത്തച്ഛൻ ഓർമ്മപ്പെടുത്തുകൂടിയാണ് ചെയ്യുന്നത്. അതാണ് ഈ മകളുടെ കൊച്ചുമകളുടെ വേർപാടിൽ ആ നിമിഷം നമ്മൾ മാധ്യമങ്ങൾ എത്തുമ്പോൾ നമ്മളോടെ ആ മുത്തച്ഛൻ ഏറ്റവും ധൈര്യത്തോടെ പറയുന്നത്, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. എനിക്കൊരു കൊച്ചുമകൾ നഷ്ടപ്പെട്ടപ്പോൾ പകരം 5 കൊച്ചുമകൾ ഉണ്ട് എന്നൊരു ബോധ്യം ഞങ്ങൾക്കുണ്ടാകുന്നു, അല്ലെങ്കിൽ ആ സന്തോഷത്തിലാണെന്ന് ആ മുത്തച്ഛൻ ദൃഢതയോടെ പറയുന്നു. പലപ്പോഴും ആ അച്ഛന്റെ വാക്കുകൾ ചെറുതായി ഇടറുന്നുള്ളതായിട്ട് കാണാം. മനസ്സിടറി നിൽക്കുമ്പോഴാണ് മനുഷ്യ സമൂഹത്തെ ആ മനുഷ്യൻ ചേർത്ത് നിൽക്കുന്നത്, ചേർത്ത് പിടിക്കുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് എപ്പോഴൊക്കെയോ നമുക്ക് ആ തിരക്കിനിടയിലും ആ കുഞ്ഞിന്റെ മുഖം നമുക്ക് കാണാൻ സാധിക്കും. ചേതനയെത്തിയ മുഖം ടെലിവിഷൻ ദൃശ്യങ്ങളിൽ കാണുന്നവർക്ക് പോലും ഒരു പക്ഷേ ആ ദൃശ്യം, ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ ഒരു പക്ഷേ കരയാതിരിക്കാൻ സാധ്യമല്ല. അത്രമേൽ ദുഃഖം എല്ലാ ആളുകളിലുമുണ്ട്. അത്രമേൽ വിഷമഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് ഈ മല്ലപ്പള്ളിയിലെ വീടിന്റെ ചുറ്റുപാടുമുള്ള ആളുകൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, എല്ലാ മാധ്യമങ്ങളിൽ കൂടി വാർത്ത മലയാളികളെല്ലാം അല്ലെങ്കിൽ ഇന്ത്യയിൽ ലോകമെങ്കും കാണുന്ന ഒരു കാഴ്ചയാണ്. ആ കുടുംബത്തിൽ ഒരു 10 മാസം മാത്രമുള്ള കുഞ്ഞിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികൾ നൽകാൻ തയ്യാറെടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം കേരള സമൂഹം ആ കുടുംബത്തോട് കടപ്പെട്ടു എന്ന് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. നമ്മുടെ സ്ക്രീനിന്റെ ഒരു വശത്ത് ആ കുട്ടിയുടെ ദൃശ്യമുണ്ട്, ഫോട്ടോയുണ്ട്. നമ്മൾ ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം 10 മാസക്കാരി എന്ന് പറയുമ്പോൾ മുമ്പ് സൂചിപ്പിച്ച പോലെ മുലപ്പാലിന്റെ മധുരം നുകർന്ന് അവസാനിപ്പിച്ചിട്ടില്ല. അതിനു മുമ്പെയാണ് ആ കുഞ്ഞിന് ഈ ലോകത്തിലെ യാത്ര അവസാനിപ്പിച്ച് പോകേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇത് യാത്രയ്ക്കായി വീട്ടിലേക്ക് ചേതനയേറ്റ ശരീരത്തിലേക്ക്, അതും പിറന്നാൾ ആഘോഷിക്കാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി 1ാമത്തെ പിറന്നാൾ ആഘോഷിക്കാൻ. നമുക്കറിയാം, ഈ ആദ്യത്തെ കൊച്ചുമകളാണ്. സ്വാഭാവികമായി കുടുംബം അതിനൊക്കെ മാനസികമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടായിരിക്കാം. അവർക്ക് അതിൻ്റെതായ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, അതിൻ്റെതായ പ്രതീക്ഷകളും തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടായിരിക്കാം. ആ സമയത്താണ് അപ്രതീക്ഷിതമായി മരണം ആ കുഞ്ഞിന്റെ ജീവനെ കവർന്നെടുക്കുന്നത്. പക്ഷെ അപ്പോഴും ആ കുടുംബം മാനസികമായി തളരുകയല്ല. ഈ അപകടമുണ്ടായ ശേഷം ഏതാണ്ട് ഒരാഴ്ച കാലയോളം കുട്ടിയുടെ ചികിത്സയായി ബന്ധപ്പെട്ട് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് അമൃത ആശുപത്രിയിലേക്കും ആ കുടുംബം വേദനയോടെ ആ കുഞ്ഞിന്റെ കളിചിരിയോടെ മടങ്ങി വരും, അതിന്റെ ഉറക്കത്തിൽ നിന്ന് ഉണരും എന്ന പ്രതീക്ഷയോടെ കാത്തിരുന്ന കുടുംബമാണ്. ഒടുവിലാണ് ആ കുടുംബത്തെ തേടി ആ വാർത്ത എത്തുന്നത്, അല്ലെങ്കിൽ ഡോക്ടർമാർ അറിയിക്കുന്നത് ഇനി ആ കുഞ്ഞ് ഉണരില്ല എന്നത്. ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്ന ആ യാഥാർത്ഥ്യം കുടുംബത്തെ അറിയിക്കുന്നത്. ഒരു പക്ഷേ ആ സമയത്ത് പിന്നീട് അവരുടെ മുമ്പിലേക്ക് ഇത്തരം ഒരു കാര്യം എത്തുമ്പോൾ
തങ്ങളുടെ കുഞ്ഞിന്റെ അവയവം ദാനം ചെയ്യാൻ അതും സംസ്ഥാനത്തിന് മുന്നനുഭവമില്ല. അവരുടെ മുമ്പിൽ കേട്ടുകേൾവി പോലും ഒരു പക്ഷേ ഉണ്ടാകില്ല. കാരണം കേരളത്തിൽ ആദ്യത്തെ സംഭവമാണ് 10 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ അവയവം ദാനം ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ധീരമായ നിലപാടിലേക്ക് ആ കുടുംബം എത്തുന്നു. ചെറുജി സൗമ്യൽ പറയുന്നത് അമ്മ ഷെറിനും അച്ഛൻ അരുണും തന്നെയാണ് ഈ തീരുമാനം ആദ്യം എടുത്തത്, പിന്നീടാണ് തന്നെ അറിയിക്കുന്നത്. അങ്ങനെയാണ് ആ തീരുമാനത്തിനൊപ്പം നിൽക്കുന്നതെന്ന് ഇവർ അറിയിക്കുകയും ചെയ്തു. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ആ അധ്യക്ഷന്റെ വാക്കുകൾ. പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം അങ്ങനെ ഒരു സംഭവത്തിൽ ആ തീരുമാനത്തിൽ എത്തി എന്നത് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. ആ തീരുമാനത്തിനൊപ്പം കുടുംബത്തിലെ വാലുമണി കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് നിന്നു എന്നതും ആശ്വാസം പകരുന്നതാണ്. നമ്മൾ ഓർക്കേണ്ടതാണ്. അതാണ് സൂചിപ്പിച്ചത്.